സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങും. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും സ്കൂളിലേക്കുള്ള അരിയുടെ സ്റ്റോക്ക് പൂർണ്ണമായും തീർന്നു. തിങ്കളാഴ്ചയോടെ ഉച്ചഭക്ഷണം നിലയ്ക്കാനാണ് സാധ്യത. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിദ്യാഭ്യാസ വകുപ്പ് നൽകാനുള്ള തുക കുടിശ്ശിക വന്നതാണ് വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ വിതരണം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വിദ്യാലയങ്ങളിലേക്കുള്ള അരിയുടെ സംഭരണം പൂർണ്ണമായും തീർന്നു കഴിഞ്ഞു. 2 ദിവസത്തിനകം അരി എത്തിയില്ല എങ്കിൽ തിങ്കളാഴ്ചയോടെ ഉച്ചഭക്ഷണം മുടങ്ങാനാണ് സാധ്യത. 2 ദിവസത്തിനകം ഇവിടെയെല്ലാം അരി എത്തിച്ചില്ല എങ്കിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ വിതരണം പ്രതിസന്ധിയിലാകും എന്നുള്ളത് ഉറപ്പാണ്. കേരള ഗവൺമെന്റ് സിവിൽ സപ്ലൈക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ തീർക്കാത്ത പക്ഷം കേരളത്തിലെ ഉച്ചഭക്ഷണ വിതരണം പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നാളിതുവരെ കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന പാലിന്റെയും മുട്ടയുടെയും ഒക്കെ തുക പ്രധാനാധ്യാപകരുടെ തലയിൽ കെട്ടിവെച്ച സർക്കാർ അരിയുടെ ബാധ്യത കൂടി പ്രധാനാധ്യാപകരുടെ തലയിൽ കെട്ടിവെക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 2016 ചെലവനുസരിച്ചാണ് സർക്കാർ ഇപ്പോഴും പാചക ചെലവ് അനുവദിക്കുന്നത്. മുട്ടയ്ക്കും പാലിനും പ്രത്യേകം തുക അനുവദിക്കുന്നുമില്ല. ജനുവരിയിൽ ലഭിക്കേണ്ട തുക പോലും പല വിദ്യാലയങ്ങൾക്കും ഇതിനകം ലഭിച്ചിട്ടില്ല. ഇതോടെ അധ്യാപകരും രക്ഷകർതൃ സംഘടനകളും വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണം ഉറപ്പുവരുത്തേണ്ട അവസ്ഥയാണിപ്പോൾ. പൊതുവിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ ധനവകുപ്പ് ഉടൻ തുക അനുവദിച്ചു തരണമെന്ന് പ്രധാന അധ്യാപകരുടെ സംഘടനകൾ ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജനം, കോഴിക്കോട്.